ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നാടൻ മഞ്ഞൾ എങ്ങനെ, അതായത് മഞ്ഞൾ പൊടിയാക്കുന്ന അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞൾ എല്ലാ കൊല്ലവും നടാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ നമ്മളിങ്ങനെ പൊടിച്ചിട്ട് തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് മഞ്ഞൾ കിളക്കുന്നതാണ് ഇന്ന്. അപ്പോൾ ഞാനും മോനും അമ്മ മഞ്ഞൾ കിളക്കുന്നിടത്തേക്ക് പോവാന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വിത്ത് വീണത് കിളക്കുന്ന അപ്പുറത്തെ വേറൊരു പറമ്പുണ്ട്, അവിടെയാണ് നമ്മൾ ശരിക്കും നട്ടത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇത് എന്താ പറയണ്ടോ, ഒരു കൊല്ലം അമ്മ നടാണ്ട് വെച്ച്. അപ്പോൾ ആ വിത്ത് മുളച്ചിട്ട് കുറച്ച് ഉണ്ടായിരുന്നു, അതെല്ലാമാണ്. പിന്നെ അമ്മ ഏകദേശം കിളച്ചെല്ലാം കഴിഞ്ഞാലാണ് നമ്മൾ അവിടെ എത്തിയത്. കണ്ടോ, ഇങ്ങനെ മഞ്ഞളിൻ്റെ തൈ ഈ വേനൽക്കാലം ആയതുകൊണ്ടോ അത് ഉണങ്ങി. അപ്പോൾ കണ്ടോ, അങ്ങനെ ആ തൈൻ്റെ എടുക്കുക, ഇങ്ങനെ കിളച്ചെടുക്കുമെന്ന് കണ്ടോ, വേരോടെ വരുന്നുണ്ടോ. എന്നിട്ട് അതൊന്ന് മണ്ണ് തട്ടിയിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇതാ ഞാനും മോനും ഒന്ന് അമ്മ മഞ്ഞൾ കിളക്കാൻ പോയാലും ഒന്ന് വൈകുന്നേരം ഈവനിങ്ങിലൊന്ന് ഇറങ്ങിയതാണ് കാണാൻ. അപ്പോൾ ഇങ്ങനെ ആ സ്ഥലത്ത് അപ്പാടൻ്റെ വിത്തും കൂടെ അങ്ങനെ ഇടാറാണ് പതിവ്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചാല് കീറുക ചെയ്യുക. കുഴിയല്ല, ഇങ്ങനെ നീളത്തിൽ ചാല് കീറിയിട്ട് അതിൻ്റെ അകത്ത് നടുക ചെയ്യൽ. അപ്പോൾ ഇതാ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പും വീടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാമ്മ കാടായി, കാരണം ഒരു വർഷം ഇങ്ങ് കയറാത്തതുകൊണ്ട് കാടുണ്ട്. അപ്പോൾ ആടെ കാണുന്നിടയ്ക്ക് ഒന്ന് കളിച്ച് നോക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, കൂവനൂറ് ഉണ്ടാക്കൂലേ, ആ കൂവയും കൂടെ അമ്മ നടാറുണ്ട്. അതായത് കാട്ടുകൂവയാണിത്. അപ്പോൾ ഇതിപ്പം മഞ്ഞളാണ് കേട്ടോ, അതും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ മഞ്ഞളാണ് അതിപ്പം കിട്ടിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലത്തു നിന്നൊക്കെ കിട്ടി. പിന്നെ മെയിനായിട്ട് നട്ട സ്ഥലത്തുനിന്ന് അമ്മ വിളവെടുത്തു, പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമേ. അപ്പോൾ ഇപ്പോൾ ഇട്ടത് മഞ്ഞളല്ല കേട്ടോ, അതായത് ഇതാണ് കൂവനൂറാക്കുന്നതിൻ്റെ കാട്ടുകൂവയാണ് കേട്ടോ. അത് വെള്ള കളർ കണ്ടോ, മഞ്ഞേൻ്റെ ഒപ്പരം അത്. അപ്പോൾ ഇങ്ങനെയാണ് വിത്ത് കണ്ടോ, വിത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അവിടെ അമർത്തി വെക്കും, എന്നിട്ട് മണ്ണിടും അതിൻ്റെ അകത്ത്. അങ്ങനെ ചെയ്യാം മഞ്ഞൾ നടുക. കൂവനൂറും കൂവയും അങ്ങനെ തന്നെയാണ്, കാട്ടുകൂവയും അങ്ങനെ തന്നെയാണ് ചെയ്യുക. കണ്ടോ, ഒന്നെടുത്തേക്ക് അടുത്ത വർഷം അതാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ മോനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു നടത്തത്തിന് വന്നതാണ്. ഇതാ കൂവേൻ്റെയാണ് കേട്ടോ, മഞ്ഞളല്ല കേട്ടോ. അപ്പം നമ്മൾ കൂവനൂറും ഉണ്ടാക്കാറുണ്ട്. നമ്മൾ കൊല്ലത്തിൽ മരുന്ന് ഉണ്ടാക്കും, കർക്കിടക മരുന്ന്, അതിനൊക്കെ നമ്മൾ ഉണ്ടാക്കിയ കൂവ തന്നെയാണ്, കൂവനൂറ് തന്നെയാണ് എടുക്കാറ് കേട്ടോ. കൂവനൂറിനൊക്കെ പുറത്ത് ഭയങ്കര പൈസയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ് കേട്ടോ. കൂവനൂറിൻ്റെ എല്ലാം ഭയങ്കര പണിയാണ്, കഷ്ടപ്പാടാണ്. ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ കുറച്ച് കൂവനൂറ് കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് മഞ്ഞളിനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് അതും കൂടെ കിളക്കുന്നതും കൂടെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കൊക്ക് അതാ പറത്തില്ലേ, അമ്മമ്മേന്റെ പേരൊന്ന് പണിക്ക് വന്നെയാന്ന്. അപ്പൊ ആ പക്ഷിക്ക് നമ്മളെ നാട്ടില് കൊച്ചാന്ന് പറയാട്ടോ. നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ മഞ്ഞൾ ഇങ്ങനെയാണ് നടുക. അപ്പോൾ കണ്ട ഒരു കഷ്ണം ഇത് മഞ്ഞളെടുത്ത് മണ്ണിൻ്റെ അകത്ത് ഇങ്ങനെ ഇതാക്കി അതിൻ്റെ അകത്ത് മൂടി വെക്കുക. അപ്പോൾ ഇത് മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ എന്നെ അമ്മ അതും എടുത്തൊരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ടി നിൽക്കുന്നതാണ്ടാ. ഇങ്ങനെ ഒരു ഫോട്ടോ 2-3 ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ അതൊക്കെ ചാക്കിലാക്കി നമ്മൾ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോയി. അമ്മ എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് മെല്ലനെ വന്നത്. നമ്മൾ കുറച്ച് വിറകൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും വിറകും കത്തിയാളും ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോന്ന്. അപ്പോൾ അത് കൂവനൂറിൻ്റെ ഇതാണ്, കൂവയാണ്, കൂവനൂറിൻ്റെ അല്ല കൂവയാണത്. അപ്പോൾ അത് അമ്മ വേറൊരു ചാക്കിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് വിറകൊക്കെ എടുത്ത്, പണിക്കാരനൊക്കെ ഉണ്ട് കേട്ടോ, വിറകൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെയെല്ലാം ഒരുപാട് പന്നികളും കുറുക്കന്മാരൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ മോന് കാണിച്ചു കൊടുക്കല കുറുക്കൻ്റെ കഷ്ടതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ഓൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊണ്ടാകുന്ന മഞ്ഞൾ, ഇത് പിറ്റേ ദിവസത്തെയാണ് വീഡിയോ. കൊണ്ടാകുന്ന മഞ്ഞൾ ഇതുപോലെ എന്താ പറയണ്ട, അതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ജസ്റ്റ് വേരൊക്കെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ, മണ്ണൊക്കെ തട്ടിക്കളയുന്നതേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം വിളവ് കുറവാന്ന് പറഞ്ഞമ്മ.
കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് കളയലുണ്ട്. രാത്രി എല്ലാവരും പണിയെല്ലാം കഴിഞ്ഞ് വന്ന സമയം രാത്രി എല്ലാവരും ഒരുമിച്ചിരിക്കലുണ്ട്. ഇപ്രാവശ്യം അമ്മ ഒറ്റക്കാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ കറിക്കൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ ആണ്. പിന്നെ നമ്മൾ പച്ച മഞ്ഞൾ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ആക്കിയിട്ട് കഴുകിയിട്ട് ഉണക്കുക മാത്രം ചെയ്യും, വേവിക്കാണ്ട്. ഇതിപ്പോൾ വേവിക്കും. പച്ചമഞ്ഞളാണെങ്കിൽ നമ്മൾ വേവിക്കാണ്ട് പൊടിച്ചു വെക്കും. അത് നമുക്ക് മുഖത്ത് ആടാനൊക്കെ നല്ലതാണ്. പച്ചമഞ്ഞൾ കഴിക്കുന്നതും നമുക്ക് നല്ലതാണ്. ഓരോ പാലിൽ ചേർത്തിട്ട് പച്ചമഞ്ഞൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെയും കുറച്ച് നമ്മൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം വൃത്തിയാക്കിയത് ഒരു 2 വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുത്തിട്ട് ചെമ്പിലേക്ക് ഇടുവാന്ന് കേട്ടോ. ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ചെമ്പിൽ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. 3/4 ഭാഗം വെള്ളം വെച്ച് അതിലേക്ക് ഇങ്ങനെ ഇത് നിറയെ ഇടുക മഞ്ഞൾ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ രാവിലെ തന്നെ വേവിക്കാൻ വെക്കും കേട്ടോ. ഇന്ന് രാവിലെ വേവിച്ചാൽ വൈകുന്നേരം വരെ ഇതിനെ ഇങ്ങനെ കത്തിക്കും. എന്നിട്ട് എന്താ പറയുക, രാവിലെ ഇതെടുക്കൂ, വൈകുന്നേരം വരെ കത്തിച്ചിട്ട് നല്ല ചൂടുണ്ടാവില്ല. അപ്പം പിന്നെ രാവിലെ വരെ കത്തിക്കൊന്നുമില്ല, പക്ഷേ ആ കനലിൽ അതിങ്ങനെ വെന്തോളും. എന്നിട്ട് നമ്മൾ രാവിലെ മാത്രമേ ഇത് ഇതിനകത്തേക്കൊന്ന് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിറയുന്ന വരെ ഇടണം. അപ്പം ഒരു ട്രിപ്പ് ആയി, ഇനി അടുത്ത ട്രിപ്പ് കഴുകാനിടണം അത്രേ. ഇതിപ്പോൾ പണ്ടുള്ളവർക്കെല്ലാം അറിയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല. അനക്ക് അമ്മ വർഷത്തിലാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ജസ്റ്റ് അറിയാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ല കേട്ടോ. നമ്മളെ അമ്മയും അച്ഛനും ഒക്കെ അമ്മമ്മയൊക്കെ ഉള്ള കാലങ്ങളിൽ നമ്മളിതെല്ലാം ഉണ്ടാവും. ബാക്കിയെല്ലാം ഇനി പാക്കറ്റ് പൊടികൾ തന്നെയായിരിക്കും. നമ്മളൊന്നും ഇത്രയും മെനക്കെട്ട് ഇതൊന്നും ചെയ്യാൻ അറിയില്ല. ഇന്നത്തെ തലമുറയിൽ ഇങ്ങനെ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരെ അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരെയാണ് പറയുന്നത്. കാരണം എല്ലാവരും ജോലിക്കെല്ലാം പോയി ഇതിനൊക്കെ സമയം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉമിയില്ലേ, നമ്മളിപ്പോൾ നെല്ല് കുത്തി ഉമി ഇടും. അതെന്തിനാന്ന് ചോദിച്ചാൽ അമ്മക്കും അറിയില്ല. അമ്മ പറഞ്ഞു പണ്ടേ എല്ലാവരും ഇടുന്നു, ഞാനും ഇടുന്നു. അത് എന്തിൻ്റെ കാരണമെന്ന് അറിയില്ല, അങ്ങനെ ഇടണം എന്ന് പറയുന്നു. അതിൻ്റെ കാര്യങ്ങളും സയൻറ്റിഫിക് വേ ഒന്നും എനിക്കറിയില്ല. പണ്ടേ തുടരുന്നതുകൊണ്ട് ഞാനിപ്പം തുടരുന്നത്. അപ്പോൾ ഈ വലിയ വലിയ മഞ്ഞളൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് തട്ടും. അതായത് ആ ചെമ്പിന്ന് ഇങ്ങനെ ചെരിയും. എന്നിട്ട് നമ്മൾ ഈ അലക്കും കല്ലിൻ്റെ അവിടെയാണ് ചെരിയാറ്. ഇപ്രാവശ്യം അമ്മ ഈ മാറ്റിൽ ഇട്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വലുത് നോക്കി എടുത്തിട്ട് ഇങ്ങനെ 4 പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. അതെന്ന് വെച്ചാൽ വലുതൊക്കെ ഉണങ്ങാനും പാടാണ്, പിന്നെ പൊടിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ മില്ലിനും പാടാണ്. അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനെ പൊടിക്കാനൊരു വിഷമം ഉണ്ടാവില്ല, വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ചെറുതെല്ലാം അങ്ങനെ തന്നെ ഇടും, വലുത് മാത്രം ഇങ്ങനെ പൊളന്നിടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ഉണക്കാനിടുകയ്യ. അപ്പം നമ്മളിത് വാർപ്പിൻ്റെ മുകളിലാണ് ഇടയിൽ. നമ്മളെ പീടിയുണ്ട്, അതിൻ്റെ വാർപ്പിൻ്റെ മുകളിലാണ് ഇത് ഇടുക. അപ്പോൾ നല്ലോണം ഉണങ്ങുന്നവരെ ഇത് വെയിൽ കൊള്ളിക്കണം. ഇപ്പോഴത്തെ വെയിൽ പ്രകാരം ഒരാഴ്ചത്തെ വെയിൽ കൊണ്ടാലും മതിയും തോന്നും. അപ്പോൾ അതിനുശേഷം നമ്മളിത് മില്ലിലേക്ക് പൊടിക്കാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പം നമ്മൾ മൊത്തം ഒരുമിച്ച് പൊടിക്കാറില്ല, നമ്മൾ ആവശ്യാനുസരണം പൊടിക്കുകയും കേട്ടോ. ഇത് എത്ര കാലം ഇങ്ങനെ ഉണക്കി വെച്ചാലും ഒന്നും ആവില്ല. നല്ല ഡബ്ബയിലോ ആറ്റം ഇട്ട് വെക്കുക, വലിയ ജാറിൽ ഇട്ട് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയും എന്നിട്ട് ആവശ്യാനുസരണം പൊടിച്ചിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.